ഭൂമിയുടെ അവകാശികൾ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അതിമനോഹരമായ രചനയാണ് ഭൂമിയുടെ അവകാശികൾ എന്നത്. ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിലാണ് ബഷീറിൻ്റെ എഴുത്തുകൾ. മഴക്കാടുകൾ നശിപ്പിക്കുന്നത് നടക്കുന്ന കാലത്താണ് ബഷീർ ഈ കഥ എഴുതുന്നത്. മറ്റൊന്നിനെയും നശിപ്പിക്കാതെ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ബഷീർ ഈ കഥയിലൂടെ. മണ്ണിനെയും സകല ജീവജാലങ്ങളെയും അടുത്തറിയുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഇവിടെ ബഷീർ. 2 ഏക്കർ പറമ്പും അതിലൊരു വീടും സ്വന്തമായുള്ള നായകൻ പറമ്പിന് ചുറ്റും വേലിയും ഗേറ്റും കൂട്ടിന് ഒരു നായയെയും കൂട്ടി സുരക്ഷിതത്വത്തിൽ കഴിയുന്ന വേളയിലാണ് നായകനെ അമ്പരപ്പിച്ചുകൊണ്ട് പക്ഷികളും ചിത്രശലഭങ്ങളും എലികളും തേളുകളും ആരോടും ചോദിക്കാതെ കടന്നു വരുന്നത്. പ്രകൃതിയോടും ജീവജാലങ്ങളോടുമുള്ള സ്നേഹം പ്രതിഫലിക്കുന്നുണ്ട്. കാലത്തിൻ്റെ അനന്തമില്ലാത്ത പോക്കാൽ ഒരു നാൾ സൂര്യൻ എന്നേക്കുമായി അണഞ്ഞു പോകും. അതിനു മുമ്പ് ഭൂഗോളം മരവിച്ചിട്ടുണ്ടാകും. ചരാചരങ്ങൾ അഖിലവും നശിക്കുകയും ഗോളങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് തകർന്നിട്ടുണ്ടാവും പൊടി പൊടിയായി. പണ്ടത്തെ കോസ്മിക് ഡസ്റ്റ്, പിന്നെ അനന്തമായ ഇരുൾ. ഈ വാക്കുകളിൽ ഒരു ഭീഷണിയുടെ സ്വരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യന് ഉപകാരമുള്ള ജീവികൾ മാത്രം ഭൂമിയിൽ ജീവിച്ചാൽ മതിയെന്നും ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരെ ഇല്ലാതാക്കുകയും ചെയ്യും എന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങൾ ആരുടെയും കൈവശം വയ്ക്കാനുള്ളതല്ല. പഴുതാര കടിച്ചതിനോട് പ്രകൃതിയിൽ ഔഷധ ഗുണങ്ങളുമുണ്ടെന്ന് കഥയിലൂടെ ബഷീർ കാണിച്ചു തരുന്നു. ഭൂമിയിലുള്ള വെള്ളം, വായു, ധാന്യങ്ങൾ, ജന്തുക്കളും മൃഗങ്ങളും തുടങ്ങിയവ മനുഷ്യന് മാത്രമല്ല ഭൂമിയിലെ ജീവജന്തുക്കൾക്കെല്ലാം ഒരുപോലെ അവകാശപ്പെട്ടതാണെന്ന് അദ്ദേഹം ഭാര്യയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഭൂഗോളത്തിൻ്റെ ഒരു കഷ്ണം മനുഷ്യൻ തീരെഴുതി വാങ്ങുമ്പോൾ അവിടെ നിന്ന് പക്ഷികളും മൃഗാദികളും എവിടെ പോകുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. പത്തി വിടർത്തി ചീറിയടക്കുന്ന പാമ്പിനോട് പോലും ഇതേ മനോഭാവത്തിൽ പെരുമാറാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. കൊല്ലണമെന്ന് പറയാം, കൊല്ലുകയും ചെയ്യാം. ജീവൻ കൊടുത്ത് സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് ഇവിടെ അദ്ദേഹം ചോദിക്കുന്നത്. ഒന്നിനെയും കൊല്ലാതെ ജീവിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 500 കൊല്ലത്തിനകത്ത് പക്ഷികളെയും മൃഗങ്ങളെയും മനുഷ്യൻ കൊന്നൊടുക്കും. മരങ്ങളും ചെടികളെയും നശിപ്പിക്കും. മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും. എന്നിട്ട് ഒന്നടങ്കം ചാകും. കൊല്ലാനുള്ള മനുഷ്യൻ്റെ അടിസ്ഥാന വാസനയിൽ വ്യസനിക്കുകയാണ് ഇവിടെ എഴുത്തുകാരൻ. എലിയെ കൊല്ലാൻ വേണ്ടി വിഷം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചത്തുപോകുന്ന നിരവധി ജീവികളെ കൂടി അദ്ദേഹം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. മൃഗങ്ങളെ മാത്രമല്ല പക്ഷികളെയും അദ്ദേഹം എഴുത്തുകളിൽ വിവരിക്കുന്നുണ്ട്. മൂങ്ങയുടെ ചുണ്ടുകൾ, പിന്നെ അത് ഒരു സസ്യബുക്കല്ല, വവ്വാലുകളാണ് യഥാർത്ഥ വില്ലന്മാർ എന്ന് അദ്ദേഹം പണ്ടേ കണ്ടെത്തിയിരുന്നു. കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വരുന്ന ഒളിവീരൻ പക്ഷിയെയും എഴുത്തുകാരൻ കാണുന്നുണ്ട്. പുല്ല് തൊട്ട് തിമിംഗലം വരെയുള്ള എല്ലാ ജീവജാലങ്ങളും സമാധാനത്തോടു കൂടി ഭൂമിയിൽ ജീവിക്കാനാണ് ബഷീർ ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും ഉൾപ്പെടുത്തി ഇങ്ങനൊരു കഥ മലയാളത്തിൽ വേറെ കാണില്ല എന്ന് തന്നെ പറയാം. പ്രകൃതിയുടെ പ്രാധാന്യവും പ്രകൃതി സംരക്ഷണവും ഉറപ്പാക്കുകയാണ് ബഷീർ ഈ രചനയിലൂടെ. നന്ദി.